ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്നത് കൊത്തമരയാണ് കേട്ടോ. പച്ചക്കറിയിലൊക്കെ ഈ കൊത്തമര കിടക്കുമ്പോൾ അത് വാടിയെടുത്ത് നമ്മൾ കളയാറാണ് പതിവ്. പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ കയ്പ്പ് രസമുണ്ട്, അതുകൊണ്ടാണ് ആർക്കും ഇത് ഇഷ്ടപ്പെടാത്തത്. നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു നല്ല തോരൻ ഉണ്ടാക്കിയാലോ, ഒട്ടും കയ്പ്പില്ലാതെ തന്നെ. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കയ്പ്പ് നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് സമയം അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനിയും കുറച്ച് സമയം കൂടി ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ചനിറം ഒന്ന് മങ്ങി വരണം, അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് വഴങ്ങുന്ന സമയത്ത് ഒരു സവോള, വലിയ സവോളയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവോളയും കൂടി ഒന്ന് വാടി കിട്ടണം. കൊത്തമരയും സവോളയൊക്കെ ഒന്ന് വാടി വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. കൊത്തമര പകുതി വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരപ്പുകൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം തട്ടിപ്പൊത്തി അടപ്പ് വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടാൽ അറിയാമല്ലോ നമ്മുടെ അമരയ്ക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ഒരു 4 വശത്തേക്ക് ഒന്ന് വഴറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കോഴിമുട്ട 2ഉം തട്ടി ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് അങ്ങനെ അനക്കാതെ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഇതങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് 2 മിനിറ്റ് ആ മുട്ടയും അരപ്പും കൊത്തമരയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തോരൻ നല്ല വറ്റി പയർ പോലെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൊത്തമര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.